tuning of radio or TV. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഒരു ചാനൽ കിട്ടണമെങ്കിലേ ആ ചാനലിൻ്റെ നമ്പർ ഒന്നെങ്കിൽ കൊടുക്കണം, അല്ലെ റേഡിയോ കിട്ടണമെങ്കിൽ ഇപ്പം നമുക്ക് 91.9 നാട്ടിലെങ്ങും പാട്ടായി കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രീക്വൻസി തിരിച്ച് എവിടെ കൊണ്ടുവന്ന് വെക്കണം? കൃത്യം 91.9 നമുക്ക് നമ്മുടെ ഫ്രീക്വൻസി കിട്ടണം. അപ്പം ഈ V = V0 sin omega t എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ആണ് അവർ വിടുന്നതെന്ന് പറയുക, ഓർക്കുക. അല്ലെങ്കിൽ ഒരു ബാൻഡ് വിട്ട് എന്ന് പറയും. വാക്കൊക്കെ ഓർക്കണം കേട്ടോ. ഓരോ വാക്കുകൾ ഓർക്കുന്നത് ഓരോന്ന് എഴുതാൻ നല്ലതാണ്. ഇപ്പം 91.9 എന്ന് പറയുന്നത് ഈ വോൾട്ടേജാണ്. ഈ വോൾട്ടേജ് വിടുമ്പം നമ്മളുടെ റിസീവർ സ്വീകരിക്കുന്നതും ഈ ഒമേഗ ഉള്ള വേവ് ആണെങ്കിൽ, അല്ല ഈ എന്നാ പറഞ്ഞ ഫേസ്, ആ ഫേസ് ഒമേഗ ഫേസ് ആയിട്ട് കിട്ടുന്ന വേവിനെ തന്നെ നമ്മളുടെ റേഡിയോയിലും ട്യൂൺ ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ആ ചാനൽ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി കൃത്യമായിട്ട് കിട്ടുള്ളൂ. അതിനൊരു ഡയഗ്രം ഉണ്ട്. ഇതാണ് നമ്മളുടെ ഒമേഗയുടെ വാല്യൂ എന്നിരിക്കട്ടെ. ഒമേഗ കൃത്യം ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ ഒമേഗ 0 ആണ്. P = V0 sin omega t ക്ക് പകരം V0 sin omega 0 t എന്ന് പറയുന്ന ഒരു ഫേസിലാണ് നമ്മളുടെ ബാൻഡ് വിഡ്ത്ത് അവരയക്കണമെന്ന് കരുതുക. അപ്പോൾ അവർ അയക്കുന്ന ബാൻഡ് വിഡ്ത്തിൻ്റെ മാക്സിമം പീക്ക് ഈ പോയിന്റിൽ തന്നെയായിരിക്കും. പിന്നെ അത് ഇങ്ങോട്ട് കുറഞ്ഞു പോയി. കണ്ടോ? ഇതിന് നമ്മൾ ഇടതുവശത്ത് ലോവർ ബാൻഡ്, അപ്പർ സൈഡ് ബാൻഡ്, അപ്പുറത്തേന് അങ്ങനെയൊക്കെ പറയും. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്കില്ല, അതിനകത്ത് കൂടുതൽ ഉണ്ടായിരുന്നു. നമ്മൾ എന്നാ വെച്ചാൽ നമ്മൾ ട്യൂൺ ചെയ്ത് എവിടെ ചെന്ന് നിൽക്കണം? ഈ പറയുന്ന അതേ ഫ്രീക്വൻസി മാക്സിമം ആകുന്നിടത്ത് വേണം നമ്മുടെ ട്യൂണിങ് നിൽക്കാൻ. മനസ്സിലായോ? അപ്പോൾ ഈ ഒമേഗ 0 കിട്ടിയെടുത്ത് നമുക്ക് മാക്സിമം ഈ ആക്സിസിൽ വോൾട്ടേജ് അല്ലെ കറണ്ട്, ഇപ്പോൾ കറണ്ട് വരയ്ക്കുകയെന്ന് വെക്കുക. ഐ വരയ്ക്കുവാണെങ്കിൽ ഐ മുകളിലോട്ട് കൂടി വരും. പക്ഷെ ഇതായിരിക്കും നമ്മുടെ ഏത് പോയിന്റ്? മാക്സിമം കറണ്ട് ഒബ്റ്റെയിൻ ചെയ്യുന്ന പോയിന്റ്. നമ്മൾ ട്യൂൺ ചെയ്യുമ്പോൾ അല്ലെ നമ്മൾ തിരിച്ച് കൊണ്ടേ കൃത്യം വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മാക്സിമം കറണ്ടും അവരവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഒമേഗ 0യിൽ മാക്സിമം കറണ്ടും വരുന്നിടത്ത് എപ്പോൾ ട്യൂണിങ് കൃത്യമാകുന്നു അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് നല്ല ഷാർപ്പ്നെസ് അല്ലെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ കൂടുക എന്നൊക്കെ പറയും. ക്വാളിറ്റി ഫാക്ടർ ഇത് എപ്പോഴാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കണ്ടീഷനിലാണ്. X = XL ആകുമ്പോഴേ കിട്ടുള്ളൂ. അല്ലെ 1/ωc എപ്പോഴാണ് ഒമേഗ L ആകുന്നത് അപ്പോഴാണ് നമുക്ക് റെസണൻസ് കണ്ടീഷൻ കിട്ടുന്നത്. റെസണൻസ് ഫ്രീക്വൻസി മുമ്പേ പറഞ്ഞ എക്സ്പ്രഷൻ തന്നെയാണ് 1/2π√LC. എപ്പോഴാണോ 1/2π ഡിവൈഡഡ് ബൈ √ ഇൻഡക്റ്റൻസ് ഇൻറ്റു കപ്പാസിറ്ററിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസി അവരയക്കുന്ന ഫ്രീക്വൻസി, നമ്മൾ ഫ്രീക്വൻസിയാണ് ട്യൂൺ ചെയ്തെടുക്കുന്നത്. റേഡിയോ തിരിക്കുമ്പോൾ അറിയാം ഫ്രീക്വൻസി 91.9 ഹെർട്സ് എന്ന് അവിടെ എഴുതി വരും. നമ്മൾ തിരിച്ച് ഈ ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും വാല്യൂ ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ആ ഫ്രീക്വൻസിയിൽ എത്തുമ്പോഴാണ് നമുക്ക് എന്നാ കിട്ടുന്നത്? ട്യൂണിങ് പ്രോസസ് നടക്കുന്നത്. സോ ആക്ച്വലി in the tuning process എന്നാ പറ്റും? The condition is that XL = XC or XC = XL. At that condition we can write it as 1/ωc = L omega. ഇതിനെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിറൈവ് ചെയ്തെടുത്തതാണല്ലേ. ഒമേഗാൻ ഒരു വശത്തേക്ക് കൊണ്ടായ ω² = 1/LC.
ഒമേഗ ഈക്വൽ ടു 2 പൈ എഫ് ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ എൽ സി. റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 2 പൈ എഫ് ഈസ് ഈക്വൽ ടു സ്ക്വയർ പോവും, അപ്പുറം 1 ബൈ റൂട്ട് ഓഫ് എൽ സി. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്രയാവും? 1 ബൈ 2 പൈ സ്ക്വയർ റൂട്ട് ഓഫ് എൽ സി. അപ്പോൾ ഇത് എഴുതണം പരീക്ഷയ്ക്ക്. ഏത്? ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ എ റെസണൻസ് സർക്യൂട്ട്. കണ്ടീഷൻ ഫോർ എ റെസണൻസ്, അത് ഇൻ ദ കേസ് ഓഫ് റേഡിയോ ആയാലും ടി വി ആയാലും നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഒമേഗ മാക്സിമം വരുന്നിടത്തോട്ട് നമ്മളുടെ ഒമേഗയുടെ മാക്സിമം കൊണ്ടുപോയി വെക്കുക. അവിടെ നമുക്ക് മാക്സിമം കറണ്ട് കിട്ടും, മാക്സിമം I0യുടെ വാല്യൂ കിട്ടും. അത് കിട്ടുന്നതിനുള്ള കണ്ടീഷനാണ് വെൻ ഒമേഗ സി ഈസ് ഈക്വൽ ടു ഒമേഗ എൽ, then we can say that is in resonance. രണ്ടും ഒരേ ഫ്രീക്വൻസിയിലാകുന്ന കണ്ടീഷൻ, അതിനെയാണ് റെസണൻസ് എന്ന് പറയുന്നത്. ബോത്ത്, അതായത് നമ്മൾ അവിടുന്ന് വരുന്ന സിഗ്നലും നമ്മൾ ട്യൂൺ ചെയ്യുന്ന സിഗ്നലും ഇത് രണ്ടും സെയിം ഫ്രീക്വൻസിയിലാകുമ്പോഴാണ് നമ്മൾ എന്നാ പറയണത്? ആ ചാനൽ നമുക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ ആ ചാനൽ റേഡിയോയുടെ ആണെങ്കിൽ ആ ചാനൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു എന്ന് പറയാം. മനസ്സിലായോ? വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഈ ഗ്രാഫ് വരച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പം ഐ വേഴ്സസ് ഒമേഗയുടെ ഗ്രാഫ് വരയ്ക്കുക. ഒമേഗ 0യിൽ മാക്സിമം വാല്യൂ കൊടുക്കുക. അവിടുന്ന് വരുന്നതിൻ്റെ ഔട്ട്പുട്ടും നമ്മുടെ ഔട്ട്പുട്ടിനും അതേ പോയിന്റിൽ മാക്സിമം കിട്ടുന്ന കണ്ടീഷൻ, that we are called the resonance condition of the circuit. At that resonance, omega c equal to omega L. Omega c equal to omega L ചെയ്തു വരുമ്പം that is a frequency. The resonance frequency ചോദിക്കും. That is a resonance frequency of that circuit എന്ന് പറഞ്ഞാൽ എല്ലും സിയും തന്നു കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യാൻ the resonance frequency F is equal to 1 by 2 pi root LC. വളരെ ചെറിയൊരു ഹെഡിങ് ആണ്. മനസ്സിലായല്ലോ? സോ ഇപ്പം നമ്മൾ കണ്ട LCR സർക്യൂട്ടിൻ്റെ റെസണൻസ് ഫ്രീക്വൻസി നമ്മൾ കണ്ടല്ലേ. ഇനി ഒരു LCR സർക്യൂട്ടിൻ്റെ വർക്കിംഗ് ദാറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ക്വാളിറ്റി ഫാക്ടർ, ഷാർപ്നെസ് ഓഫ് റെസണൻസ് ഓർ ക്വാളിറ്റി ഫാക്ടർ. ഹെഡിങ് എഴുതിക്കോ. Sharpness of resonance or quality factor. പരീക്ഷയ്ക്ക് തെറ്റിക്കല് ക്യൂ ഫാക്ടർ എന്ന് ചോദിച്ചാൽ ഇത് തന്നെ ചെയ്യണം കേട്ടോ. അപ്പം ക്വാളിറ്റി ഫാക്ടർ കാണാൻ വേണ്ടി നമ്മൾ മുമ്പേ വരച്ച പോലെ നമ്മളുടെ ഐ വേഴ്സസ് ഒമേഗയുടെ ഗ്രാഫ് വരയ്ക്കുക. നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നേ മീട്ടു. ഇതെല്ലാം താങ്കൾ കാണാതെ പഠിക്കേണ്ടി വരും. ഇവിടെ ഏതാണ് മുമ്പേ എഴുതിയത്? വൈ ആക്സിസിൽ ഐ എഴുതി, ഇവിടെ ഒമേഗ എഴുതി. ഇനി പറയാണ് ഇത് നമ്മൾ ഇങ്ങനെ എഴുതി, ഇങ്ങനെ വന്ന് ഇവിടെ മാക്സിമം കിട്ടിയൊരു വാല്യൂ ഉണ്ട്, അതിന് നമ്മളിവിടെ ഐ മാക്സിമം എന്ന് കൊടുത്തു. അങ്ങനെ ഇതിന് ഐ മാക്സിമം എന്ന് കൊടുത്താൽ ശരിക്കും ഇതിനെ പറയുന്നത് ഫുൾ വിഡ്ത്ത് ഹാഫ് മാക്സിമം എന്നൊക്കെ പറയും. ഐ മാക്സിമത്തിനെ √2 കൊണ്ട് ഹരിക്കുമ്പം കിട്ടുന്ന വാല്യൂ അതിനല്ലേ നമ്മൾ I0/√2 IRMS എന്ന് പഠിപ്പിച്ച് ഓർക്കുന്നുണ്ടോ? ഞാൻ തുടങ്ങിയപ്പം ഓർ V0/√2 ദാറ്റ്സ് ഈക്വൽ ടു VRMS, അങ്ങനെ നമ്മൾ പഠിച്ച് ഓർക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇതിന്റെ ഏറ്റവും നടുക്കത്തെ ഫ്രീക്വൻസി ഒമേഗ 0 ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ എവിടെയാണോ ഐ മാക്സിമം √2 തന്നെ അവിടുന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക.
കണ്ടോ? അപ്പൊ എന്നാ പറ്റി? ഇവിടെ ഒരു ജോയിനിങ് കിട്ടി അല്ലേ, ഇത്. അതുപോലെ ഇവിടെ എന്നാ കിട്ടി? ഈ വശത്ത് ഒരു ജോയിനിങ് കിട്ടി. ഇതാണ് നമ്മുടെ ഈ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞ സാധനം. അപ്പൊ ഇതിന് ω0 എന്നും ഇവന് ω2 എന്നും ഇവന് ω1 എന്നും എഴുതും. ഈ വ്യത്യാസം തന്നെയായിരിക്കും ഏത് വ്യത്യാസം? ഈ വ്യത്യാസം. അതിനെ നമ്മൾ ഡെൽറ്റ ഒമേഗ എന്ന് കൊടുത്തു. ഇതും ഡെൽറ്റ ഒമേഗ, ഇതും ഡെൽറ്റ ഒമേഗ. അത്രയും മനസ്സിലായോ? That ω0 is the resonant frequency എന്നിട്ട് നമ്മൾ എന്നാ ചെയ്തു? പവർ ഫാക്ടർ, അവരെ പവർ ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ IRMS കാണാൻ വേണ്ടി എന്നാ ചെയ്യണം? I മാക്സിമം നമ്മൾ എടുത്തു. then IRMS is equal to I maximum by √2 എന്ന് പറയും. എന്നിട്ട് നമ്മൾ എന്നാ ചെയ്തു? അവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അപ്പം നമുക്ക് എന്താ കിട്ടി? ഒരു ω1 കിട്ടി, ω0 ഉണ്ട്, ω2 ഉണ്ട്. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ω2 മൈനസ് ω1ന്റെ വാല്യൂ എത്രയാ? ഇവിടുന്ന് ഇവിടം വരെയുള്ള വിട്ട് എത്രയാ? പറഞ്ഞേ, ഇവിടുന്ന് ഇവിടം വരെ എത്രയാ? ഒരു ഡെൽറ്റയേ ഉള്ളോ? ω2 മുതൽ ω0 വരെ ഒരു ഡെൽറ്റ ഇല്ലേ? പിന്നെ ഇവിടം വരെയും കൊടുക്കണ്ട. അപ്പൊ എത്ര കിട്ടും? 2 ഡെൽറ്റ ഒമേഗ കിട്ടും. മനസ്സിലായോ? എങ്കിൽ ക്യൂ ഫാക്ടറിന്റെ ഡെഫിനിഷൻ ഇതാണ്. ക്യൂ ഫാക്ടർ ഈസ് ഈക്വൽ ടു മാക്സിമം റെസൊണന്റ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ω2 മൈനസ് ω1. ദാറ്റ് ഈസ് ഈക്വൽ ടു ω0 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഡെൽറ്റ ഒ. കിട്ടിയത് കണ്ടോ? വളരെ എളുപ്പമല്ലേ? എന്നാ ചെയ്യണം? മുമ്പേ വരച്ച ഗ്രാഫ് അങ്ങ് വരയ്ക്കണം. ഗ്രാഫിൽ I മാക്സിമം അല്ല I0 എഴുതണം. I0 by 2 അല്ല, I0 by √2. I0 by √2 വരുന്നിടത്ത് നിന്ന് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈന് നമ്മളുടെ ഈ AC വേവിൽ ടച്ച് ചെയ്യുമ്പം ഈ അറ്റത്തൊരു പോയിന്റ് കിട്ടും, ഈ അറ്റത്തൊരു പോയിന്റ് കിട്ടും. അവിടെ താഴത്തേക്ക് തുടങ്ങിയാൽ ഇവിടെ മുതൽ, അതാ ഞാൻ പറഞ്ഞു, ഇവിടെ മുതൽ ഇത് കേൾക്കാൻ തുടങ്ങും. പക്ഷെ നന്നായിട്ട് തെളിഞ്ഞ് കേൾക്കുന്ന എവിടെയാ? ഈ ഒരു പോയിന്റായിരിക്കും. റേഡിയോ കേൾക്കുവാണെങ്കിലേ ഇവിടെ മുതൽ ഒരു എരപ്പോട് കൂടിയൊക്കെ കേൾക്കില്ല, ചാനലിന്റെ പാട്ടൊക്കെ ക്ലാരിറ്റി ഇല്ലാതെ. അതാണ് ω1. അവിടെ മുതൽ കേട്ട് ഇവിടെ വരുമ്പോൾ ഫുൾ ക്ലാരിറ്റി. ഇങ്ങോട്ട് പോകുമ്പോൾ ഇച്ചിരി കേട്ടേച്ച് നിന്ന് പോകും. അപ്പം ആ ബാൻഡ് വിഡ്ത്ത് എത്രയാണ് കണ്ടുപിടിക്കണം. സോ ദാറ്റ് ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 2 ഡെൽറ്റ ഒമേഗ. ഇത്രയും ഡെൽറ്റ ഒമേഗയാണ്, അത് ഈക്വൽ ആണ് ഇതും. അപ്പൊ 2 ഡെൽറ്റ ഒമേഗ. therefore Q factor is equal to ω0 divided by ω2 minus ω1. again that is equal to ω0 divided by 2 into delta omega. കൃത്യമായിട്ട് കിട്ടിയോ? ഇത് ഓരോ ഷോർട്ട് ആൻസറുകളായിട്ടേ വരുള്ളൂ. ക്വാളിറ്റി ഫാക്ടർ കാണുക. ഓഫ് AC സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഈ പടം വരച്ച് ഇത്ര എഴുതി വെക്കണം. റെസൊണൻസ് സർക്യൂട്ട് വരയ്ക്കാൻ പറയുമ്പോൾ മുമ്പത്തെ സർക്യൂട്ട് റെസൊണൻസ് കണ്ടീഷൻ എഴുതാൻ പറയുമ്പോൾ മുമ്പത്തെ കണ്ടീഷൻ എഴുതിയിട്ട് അതിനകത്തുനിന്ന് F = 1/2π √LC എന്ന് ചെയ്യണം. ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു സിമ്പിൾ ഡെറിവേഷൻ ആണ്. ഇത് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് പറയൂ. ഇനി തീർന്നില്ല. നമ്മൾ ഇതൊരു ജനറൽ LCR സർക്യൂട്ടിന്റെ കേസിലാണ് പറഞ്ഞത് അല്ലേ? ഇനി നമ്മൾ പറയാണ്, ഇപ്പൊ നമുക്ക് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ റിയാക്റ്റൻസ് ഓഫ് ദ കപ്പാസിറ്റൻസ് അല്ലെ റിയാക്റ്റൻസ് ഓഫ് ദ ഇൻഡക്ടർ തന്നെന്ന് വെക്കുക. റിയാക്റ്റൻസ് ഓഫ് കപ്പാസിറ്റൻസ്. റിയാക്റ്റൻസ് ഓഫ് കപ്പാസിറ്റർ എഴുതുന്നത് ഏത് വാക്കുകൊണ്ടാ? XC. XCയുടെ വാല്യൂ എത്രയാ? XC is equal to
റിയാക്റ്റൻസ് ഓഫ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ എത്രയാ നന്ദു? എക്സ് ഈക്വൽ ടു 1/c ഒമേഗ അല്ലേ? ഇവിടെ മാക്സിമം വാല്യൂ ω0 ആയതുകൊണ്ട് 1/c ω0 എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ റിയാക്റ്റൻസ് ഓഫ് ഇൻഡക്റ്റൻസ് എത്രയാ? ഓർ ഇൻഡക്ടർ എത്രയാ? എല്ലിന്റെ കേസിൽ എക്സൽ എത്രയായിരുന്നു? എക്സൽ എത്രയാ? എൽ ഒമേഗ ഇവിടെ മാക്സിമം റെസൊണൻസ് ആയതുകൊണ്ട് എൽ ω0 ബൈ അത് ചെയ്തില്ലല്ലോ നമ്മള്. അപ്പൊ നമ്മൾ മൊത്തം റിയാക്റ്റൻസ് രണ്ടിന്റെ എഴുതി വെച്ചു. ഇനി ഈ രീതിയിൽ ക്യൂ ഫാക്ടർ കാണാൻ. അപ്പം ക്യൂ ഫാക്ടർ ഓർ ഷാർപ്പ്നെസ് ഓഫ് കപ്പാസിറ്റൻസിന്റെ ചോദിച്ചെന്ന് നോക്കുക. അപ്പൊ എങ്ങനെ കാണാൻ പറ്റും? കപ്പാസിറ്റൻസിന്റെ ഇതേ ഡിവൈഡഡ് ബൈ റെസിസ്റ്ററിന്റെ വാല്യൂ. അപ്പൊ 1/c ω0 അതിനെ റെസിസ്റ്റൻസിന്റെ വാല്യൂ കൊണ്ട് ഹരിക്കുക. R/1 ആണ്. 1 മുകളിൽ പോയി തിരിച്ചു വന്നത് താഴെയായി. എത്ര കിട്ടി? 1/c × ω0 × R. മനസ്സിലായോ കപ്പാസിറ്ററിന്റെ കേസിൽ കിട്ടിയത്? ഇനി ഇൻഡക്ടറിന്റെ കേസിലും ക്യൂ ഫാക്ടർ ഓഫ് ഇൻഡക്ടറിന്റെ എക്സൽ എഴുതുക. XL/R that is equal to L omega or L ω0/R. That is the Q factor. അപ്പം നമുക്ക് ആക്ച്വലി ക്യൂ ഫാക്ടർ 3 രീതിയിൽ കണ്ടുപിടിക്കാം അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്ന്, ഗ്രാഫിൽ നിന്നാണ് ചോദിക്കുന്നതെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ω0 ഡിവൈഡഡ് ബൈ 2 Δω വെച്ച് ചെയ്യുക. അല്ലെങ്കിൽ കപ്പാസിറ്റൻസിൻ്റെയോ ഇൻഡക്ടറിൻ്റെയോ L ഒമേഗയോ C ഒമേഗയോ തന്നിട്ടുണ്ടെങ്കിൽ 1/c ഒമേഗ അതിനെ R കൊണ്ട് ഹരിക്കുക. L ഒമേഗനെ റെസിസ്റ്ററിന്റെ വാല്യൂ കൊണ്ട് ഹരിക്കുക. അപ്പോൾ മുകളിലോട്ടും താഴത്തോട്ടും റീഅറേഞ്ച് ചെയ്താൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് Q is equal to C ω0 × R 1/c ω0 × R or L ω0 × R. So we can finalize or conclude all these equations are Q factor. So Q factor Q ന് ഞാൻ അങ്ങ് എഴുതുവാണ് is equal to ω0/2 Δω. അത് തന്നെയാണ് ω0 ഡിവൈഡഡ് ബൈ ω2 മൈനസ് ω1. അത് തന്നെയാണ് 1/c ω0 × R. അത് തന്നെയാണ് L ω0 ഡിവൈഡഡ് ബൈ R. ഇതെല്ലാം ഒരു ഇക്വേഷൻ അല്ലേ നോക്കിയേ. ക്യൂ ഫാക്ടർ കാണാൻ പറഞ്ഞാൽ ഇത്രയും രീതിയിലുള്ള ഇക്വേഷൻസിന്റെ ഡെറിവേഷനും ഇത്രയും ഉത്തരം ചെയ്യാനും അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? നമുക്ക് 2 പ്രീവിയസ് ചോദ്യം ചെയ്യാം. അല്ലാതെ ഇത് മുഴുവൻ കഥയായിട്ട് പഠിച്ചാൽ എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടതെന്ന് അറിയാൻ പറ്റില്ല. അത് വരും. സോ ക്വസ്റ്റ്യൻ എഴുതിക്കോ. 2010 മാർച്ചിലെ ചോദ്യമാണ്. ചോദ്യം ഞാൻ ഗ്രൂപ്പിൽ അയച്ചു. കണ്ടോ? ഫോൺ കയ്യിലില്ല അല്ലേ? ഒന്നുമില്ല. സീമ ഒരു കുട്ടി കൺസ്ട്രക്റ്റഡ് എ സീരീസ് LCR സർക്യൂട്ട് in his laboratory as shown in figure. And he found that the voltage across the inductor and capacitor are same. അപ്പോൾ ഒരു LCR സർക്യൂട്ട് പുള്ളിക്കാരി ഉണ്ടാക്കി. ഇതാണ് ഇത്ര നേരം പഠിച്ചതിനേക്കാളും ഇമ്പോർട്ടൻ്റ് കേട്ടോ. ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ അറിയത്തില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഇവിടെ ഒരു അമ്മീറ്ററും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ AC വോൾട്ടേജും തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു സർക്യൂട്ട്. അപ്പം വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് നമുക്ക് അളക്കണമെങ്കിൽ ഇവിടെ ഒരു വോൾട്ട് മീറ്റർ വേണം.
വോൾട്ട് മീറ്റർ പാരലായിട്ടാണ് ഘടിപ്പിക്കുന്ന റെസിസ്റ്റൻസ്. അമ്മീറ്റർ എങ്ങനെയാണ് ഘടിപ്പിക്കുന്നത്? സീരീസ് ആയിട്ടാണ് ഘടിപ്പിക്കുന്നത്. ഇവിടുത്തെ വോൾട്ടേജ് ഡിഫറൻസ് 300 വോൾട്ട് എന്ന് കിട്ടി. റെസിസ്റ്ററിന്റെ അപ്പുറം ഇപ്പുറം അളന്നു. കപ്പാസിറ്ററിന്റെ അപ്പുറം ഇപ്പുറം അളന്ന് അത് 300 വോൾട്ടേജ് എന്ന് കിട്ടി. മനസ്സിലായോ? 220 വോൾട്ട് 220 വോൾട്ട് 50 ഹെർട്സ് ഉള്ള AC കറണ്ടാണ് സർക്യൂട്ടിലേക്ക് കടത്തിവിട്ടത്. ചോദ്യം മനസ്സിലായോ? സീമ എന്ന് പറയുന്ന കുട്ടി ഒരു LCR സീരീസ് സർക്യൂട്ട് ഉണ്ടാക്കി. L, C, R. എല്ലിൻ്റെയും സിയുടെയും വോൾട്ടേജ് അക്രോസ് ആയിട്ടുള്ള മൾട്ടിമീറ്റർ കുത്തി കണ്ടുപിടിച്ചു. 300 കിട്ടി. കൊടുത്തിരുന്ന AC ഫ്രീക്വൻസി അല്ലെ AC കറണ്ട് എന്ന് പറഞ്ഞത് 220 വോൾട്ടും 50 ഹെർട്സും ആയിരുന്നു. ക്വസ്റ്റ്യൻ എ, സ്റ്റേറ്റ് ദ കണ്ടീഷൻ അറ്റ് വിച്ച് the voltage across L and C become equal. Write the condition for the voltage across L equal to voltage across C. Question B, obtain an expression for frequency at which this situation occur in a series LCR set. അതായത് നമ്മൾ പറഞ്ഞ എഫിൻ്റെ ഇക്വേഷൻ, obtain the expression for frequency. Option C, find the voltmeter and ammeter reading. Find the voltmeter. ഇങ്ങനെയാണ് പരീക്ഷ ചോദിക്കുന്നത്. അപ്പോൾ V കണ്ടുപിടിക്കണം, I കണ്ടുപിടിക്കണം. വോൾട്ട്മീറ്റർ ആൻഡ് അമ്മീറ്റർ റീഡിങ്. ചെയ്യാവോ? ഓരോന്നിന്റെ ആൻസർ പറയാവോ? ഒന്നാമത്തെ ഇക്വേഷൻ എന്നാ? write the condition for voltage across L equal to voltage across C ആയിരിക്കണം അല്ലേ? write the condition. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരെന്നാ മീട്ടു? ആൻസർ എ. ഹലോ മീട്ടിന് കേൾക്കാവോ? വാട്ട് ഈസ് ദാറ്റ് കണ്ടീഷൻ? അതായത് വോൾട്ടേജ് അക്രോസ് എൽ അല്ലെങ്കിൽ VL ഈക്വൽ ടു VC ആകുന്ന കണ്ടീഷനെ നമ്മൾ എന്ത് വിളിക്കും? അപ്പൊ കണ്ടോ, എന്തേരം പഠിച്ചിട്ടും കാര്യമില്ല. ദാറ്റ് ഈസ് കോൾഡ് റെസണൻസ് സർക്യൂട്ട് ഓർ റെസണൻസ് കണ്ടീഷൻ. ഒരു മാർക്കായി. 1, 2, 2 എന്നാ ഒരു വാക്ക് എഴുതിയാൽ മതി അതിന്. മനസ്സിലായോ? എപ്പോഴാണോ ഒരു LCR സർക്യൂട്ടിൽ റെസിസ്റ്റർ അല്ലാത്ത രണ്ടെണ്ണത്തിന്റെ വോൾട്ടേജ് സെയിം ആകുന്നത്, അപ്പോഴാണ് അതിനെ റെസണൻസ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ? നമ്മൾ XL ഈക്വൽ ടു XC എന്നല്ലേ എഴുതിയേ? XL ഈക്വൽ ടു XC ആകുമ്പോഴാണ് എന്താവുള്ളൂ? റെസണൻസ് ആവുള്ളൂ. അപ്പൊ അതിന്റെ വോൾട്ടേജ് സെയിം ആന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്നാ അറിയാം? V/R എന്നെങ്കിൽ കറണ്ട്, അല്ലെങ്കിൽ I ഈക്വൽ ടു V ഇൻറ്റു R. അപ്പൊ V രണ്ടെണ്ണം 220 അളന്നപ്പോൾ 300 വോൾട്ടേജാണ്. അപ്പൊ R സെയിം ആകണം. R എന്ന് പറയുമ്പം ഇവിടെ എന്ന് പറയുമ്പം റിയാക്റ്റൻസ് ഓഫ് ദ ഇൻഡക്ടർ ആൻഡ് റിയാക്റ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ സെയിം ആണ്. അപ്പൊ അതിന്റെ കണ്ടീഷനാണ് XL ഈക്വൽ ടു XC ആകുന്ന കണ്ടീഷൻ. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരെന്നാണ്? റെസണൻസ് കണ്ടീഷൻ. റൈറ്റ് ദ കണ്ടീഷൻ വരെ എവിടെയുണ്ട്.
അതിനു മുമ്പ് റെസണൻസ് ഒന്ന് എഴുതിയാൽ മതി അല്ലേ? എന്നെ ചെറിയ ചോദ്യമാണത്. പക്ഷെ അറിയാമായിരുന്നോ ഉത്തരം? ഉത്തരം അറിയാമായിരുന്നോ? ഇല്ല, ചിന്തിച്ചില്ല. അതാണ് പറഞ്ഞത്, ചോദ്യം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വരും. ഇതാണ് +1 μ2 പറ്റിയ പ്രശ്നം. ഓപ്ഷൻ ബി, ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ഫ്രീക്വൻസി. അത് ചെയ്യാൻ അറിയത്തില്ലേ? അതിന് 2 മാർക്ക് കിട്ടും. XL = XC. XL എന്ന് പറയുമ്പോൾ L omega = 1/C omega. അതിനകത്ത് omega square = 1/LC. ഒമേഗ എന്ന് പറഞ്ഞ 2πf ഹോൾ സ്ക്വയർ = 1/LC. f 2πf സ്ക്വയർ മാറ്റാൻ റൂട്ട് എടുക്കുന്നു 1/√LC. എങ്കിൽ f എത്രയായി? 1/2π√LC. 2 മാർക്ക്. ഇനിയാണ് സി. ഫൈൻഡ് ഔട്ട് the voltage and current. അതറിയാവോ μ2 എങ്ങനെയാന്ന്? ഹലോ, കേട്ടിരിക്കണം. റെസണൻസ് കണ്ടീഷൻ ആന്ന് പറഞ്ഞല്ലേ? റെസണൻസ് കണ്ടീഷൻ ആണേലും അല്ലെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന് റെസിസ്റ്ററിലൂടെ പോയി കഴിയുമ്പോൾ എന്തെങ്കിലും ഫേസ് ഡിഫറൻസ് ഉണ്ടോ? ഇല്ല. റെസിസ്റ്ററിലൂടെ പോകുമ്പോൾ ഒന്നുമില്ല. V = V0 sin ωt യും I = I0 sin ωt യും ആയിരുന്നു അല്ലേ? ഇങ്ങനെയൊക്കെ വേണം എഴുതി വെക്കാം. അവിടെ ഓർക്കുന്നുണ്ടോ ഒരു ഗ്രാഫ്? നമ്മളിങ്ങനെ വിയുടെ ഗ്രാഫ് വരച്ചാൽ അതേ രീതിയിൽ തന്നെ ഐഡിയയും വരുമായിരുന്നു, എവിടെ കൂടുന്നു എവിടെ കുറയുന്നു അല്ലേ? അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന് യാതൊരു വ്യത്യാസവും ഇല്ലാതെ എവിടെ കിട്ടും? റെസിസ്റ്ററിൽ കിട്ടും. അപ്ലൈഡ് വോൾട്ടേജ് എത്രയാണ് ഇവിടെ? അപ്ലൈഡ് വോൾട്ടേജ് എത്രയാണ് ഇവിടെ? ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന വോൾട്ടേജ് എത്രയാണോ അപ്ലൈ ചെയ്തേക്കുന്നത് AC-യുടെ? AC വരച്ചിരിക്കുന്നിടത്ത് എത്ര വോൾട്ടേജ് എന്നാ വരച്ചേക്കുന്നേ? ക്വസ്റ്റ്യൻ കാണത്തില്ലേ? എന്റെ നെറ്റ് പോയോ? നന്ദുവിന് കാണാവോ? ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് എത്രയാണ് നന്ദു? ഇവിടെ AC-യെ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് എത്രയാണ്? 300 ആണോ ഇവിടെ അപ്ലൈ ചെയ്തത്? 300 എവിടെ കിടക്കുന്ന? LC-യുടെയും എല്ലിന്റെയും CD അല്ലേ? മൊത്തം തെറ്റുന്ന എങ്ങനെയാന്നേ? അതായത് ഞാൻ എന്നാ പറഞ്ഞത്, റെഫറൻസ് കണ്ടീഷനില് റെസിസ്റ്ററില് നമ്മൾ ഈ പറയുന്ന പോലെ വോൾട്ടേജിനോ കറണ്ടിനോ ഒരു വ്യത്യാസവും ഇല്ലാത്തത് കൊണ്ട് എത്രയാണോ വോൾട്ടേജ് വരുന്നത് ആ വോൾട്ടേജ് കടന്നു പോകും. അങ്ങനെയെങ്കിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് എത്രയാ? ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് എത്രയാണ്? എടോ, ഇതല്ലേ അപ്ലൈ ചെയ്തിരിക്കുന്ന സാധനം, അപ്ലൈഡ് AC. അപ്പൊ ഇവിടുത്തെ വോൾട്ടേജ് എത്ര കിട്ടും? V(R) എത്രയായിരിക്കും? 220 വോൾട്ട്. 2 മാർക്കാണ് ഐയും വോൾട്ടേജും കണ്ടുപിടിച്ചത്. ഇത് കണ്ടുപിടിച്ച 1 മാർക്ക് അവിടെ കിട്ടി. ഇനി V കിട്ടി അല്ലേ? V കിട്ടിയില്ലേ? ഇപ്പം ഇവിടെ റെസിസ്റ്റൻസിന്റെ വാല്യൂ പടത്തിൽ തന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ തരാൻ മറന്നുപോയി. ഇത് 100 ഓം ആണ്. അങ്ങനെയെങ്കിൽ കറണ്ട് എത്രയായിരിക്കും? I കാണാൻ V കിട്ടിയതിനെ എഴുതാൻ മതി.
V/R കണ്ടാൽ മതി അല്ലേ? 200/100 എത്രയായിരിക്കും? 2. ശരിയല്ലേ? അല്ല 220 ആടോ, സോറി 200 അല്ല. അപ്പൊ 220/100, അപ്പം 22/10 ദാറ്റ്സ് ഈക്വൽ ടു 2.2 ആംപിയർ. വീണ്ടും കിട്ടി ഒരു മാർക്ക്. മനസ്സിലായോ മ്യൂട്ടു ചെയ്യാൻ? നല്ല പാടല്ലേ ചെയ്യാൻ? നല്ല പാടാണ്. അപ്പം ഇങ്ങനെ വന്ന ഏത് ചോദ്യം വന്നാലും അതിന്റെ ഉത്തരം എഴുതാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ. വോൾട്ടേജ് ഓഫ് എൽ എപ്പോഴും എത്രയായിരിക്കും? വോൾട്ടേജ് ഓഫ് സി ആയിരിക്കും. ശരിയല്ലേ? അതല്ലേ 2,300 തന്നേക്കുന്നത്. അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ആയിരിക്കും ഏതിന്റെ വോൾട്ടേജ്? റെസിസ്റ്ററിന്റെ വോൾട്ടേജ്. ഇത്രയും അറിഞ്ഞാൽ പോരെ? ഈ ഒരു കുഞ്ഞു ചതുരം അറിഞ്ഞാൽ മതി. അതാ ഞാൻ പറഞ്ഞ ഓരോ ചോദ്യത്തിനനുസരിച്ചും എന്താണ് അറിയേണ്ടത് എന്ന് നമ്മൾ അറിയണം. അതിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാതെ എന്ത് കട്ട തിയറി പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ആ എഫിന്റെ ഗ്രാഫും സാധനവും എല്ലാം അറിയാം, എക്സൽ എക്സി ആന്ന് നിങ്ങൾക്ക് അറിയാം, പക്ഷെ ഉത്തരം എഴുതാൻ അറിയത്തില്ല. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു കണ്ടീഷണൽ റെസണൻസ് ആകുന്നെങ്കിൽ the voltage through the L equal to voltage through the capacitor and voltage through the R is equal to the applied voltage. അതങ്ങ് എഴുതിയെടുത്തേ, സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിലോട്ടിട്ടേ, വേണ്ടവർ നോക്കി ചെയ്യട്ടെ. അങ്ങനെ ഞാൻ എഴുതി തന്നിട്ടുണ്ട് അല്ലേ? എഫക്റ്റീവ് കറണ്ടിനെയാണ് നമ്മൾ IRMS എന്നും വിളിക്കുന്നത്. എഴുതി തന്നിട്ടില്ലേ നോക്കി? എഫക്റ്റീവ് വോൾട്ടേജിനെയാണ് നമ്മൾ VR. അപ്പൊ നമുക്ക് ആ വാക്ക് അറിയത്തില്ല, ഇനി ചെയ്യാൻ പോണ ചോദ്യം അറിയത്തില്ല, അവർ ഒരു മാർക്കും കിട്ടില്ല. എന്ന് വെച്ചാൽ എഴുതാതെ ബി എഴുതത്തില്ല. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. എ സ്റ്റുഡന്റ് 2010 വർഷത്തെ സെയിൽ ചോദിച്ച ചോദ്യമാണ്. എ സ്റ്റുഡന്റ് കണക്ട് ആൻ AC സോഴ്സ് ഓഫ് EMF V തന്നിട്ടുണ്ട്. V0 sin omega t. V0 sin omega t എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഒരു കപ്പാസിറ്ററിലോട്ട് കൊടുത്തു. V equal to V0 എത്രയാണ്? sin omega t. ഓക്കെ, കറണ്ട് ഇങ്ങോട്ടാണ് ഒഴുകുന്നതെന്ന് ഒരു ഡയറക്ഷൻ തന്നിട്ടുണ്ടായി. ക്വസ്റ്റ്യൻ എ. ഇത്രയേ ഉള്ളൂ ചോദ്യം. ഇഫ് ദ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ഫ്രം AC സോഴ്സ് ഈസ്, ഒരു ഇൻസ്റ്റന്റിലെ കറണ്ടാണ്. ദ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ടെൻ സൈൻ 314 t, that much of ampere. What will be the effective current? നല്ല ചോദ്യം. ചെയ്യാവോ നോക്കാം. എങ്ങനെയാ ചെയ്യുന്നത്? എഫക്റ്റീവ് കറണ്ടിന്റെ ഇക്വേഷൻ എന്നാന്നാ ഞാൻ പറഞ്ഞ? എഫക്റ്റീവ് കറണ്ടിന്റെ മറ്റൊരു പേരെന്നാന്നാ പറഞ്ഞേ? എഫക്റ്റീവ് കറണ്ടിന്റെ മറ്റൊരു പേരാണ് IRMS അല്ലേ? അല്ലെ, IRMSനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എഫക്റ്റീവ് കറണ്ട്. അപ്പൊ IRMSന്റെ ഇക്വേഷൻ എന്നാണ്? I0/√2. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻസ്റ്റന്റേനിയസ് കറണ്ട്. ഇതിനെ നമ്മൾ I0 സൈൻ ഒമേഗ ടി എന്ന് എഴുതിയാൽ ഇതിന്റെ I0 എത്രയാ മീട്ടു?
I0 സൈൻ ഒമേഗ ടിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ ഇത് I0യും ഇത് ഒമേഗ യു ആയി അല്ലേ. I0 സൈൻ ഒമേഗ ടി. പ്രോബ്ലം ചെയ്ത് പഠിക്കാതെ കിടന്ന് ഉരുളില്ല. അപ്പൊ I0യുടെ വാല്യൂ എത്രയാകും? 10. വെരി ഗുഡ്. അപ്പൊ എത്രയാകും? I എഫക്റ്റീവ് അല്ലെ IRMSന്റെ വാല്യൂ എത്രയാകും? 10/√2. ദാറ്റ് ഈസ് ഈക്വൽ ടു 7.07. 0.07 ആണ് റൂട്ട്. മോളിൽ പോകുമ്പോൾ ഇൻറ്റു 10. അപ്പൊ 7.07 ആംപിയർ. കണ്ടോ ചെയ്തത്? അറിയാമായിരുന്നോ ചെയ്യാൻ? ഇല്ല, അറിയത്തില്ല. എഫക്റ്റീവ് കറണ്ട് എന്ന് പറഞ്ഞ വാക്ക് കാണും നമ്മൾ എന്നാ ചെയ്യും? അയ്യോ എഫക്റ്റീവ് കറണ്ട് തരാൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് വരും. ഇവിടെ ഉണ്ടോ ഇത് അയ്യ. I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടിയുടെ ഫോമാ. ഇത് ഒമേഗായ 314 എന്ന് പറയണത്. അപ്പൊ അതിനകത്ത് നിന്ന് അത് എടുക്കണം. മനസ്സിലായോ? ചോദ്യത്തിന്റെ ഉത്തരം ചെയ്തത് മനസ്സിലായോ? ഇനി എവിടെയെങ്കിലും ഇങ്ങനെ വന്നാൽ തെറ്റിക്കുവോ? തെറ്റിക്കരുത്. ഇങ്ങനത്തെ ചോദ്യം പരീക്ഷയ്ക്കുണ്ടാവും. ക്വസ്റ്റ്യൻ ബി. ഇഫ് ദ AC സോഴ്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ DC. ഓ അത് എപ്പോഴും ചോദിക്കാം, എവിടെ ചോദിച്ചാലും ചെയ്യാവുന്ന. ഇഫ് ദ AC സോഴ്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ DC. AC-നെ DC കൊണ്ട് മാറ്റി. DC എന്ന് പറഞ്ഞാൽ എന്നാ? DC എന്ന് പറഞ്ഞാൽ എന്നാ? ആൻഡ് കണക്ട് എ ബൾബ് ഇൻ ദ above circuit. ചോദ്യം: whether the bulb glow or not. Next ചോദ്യം: justify your answer. പറഞ്ഞേ മീട്ടു, AC-ക്ക് പകരം DC വെച്ചാൽ അത് തെളിയോ ഇല്ലയോ? ഇല്ലായിരിക്കുമെന്ന് പറഞ്ഞു. നോ. ആൻസർ ശരിയാണ്. എങ്ങനെയാ വന്നതെന്നല്ലേ അറിയത്തില്ലാതെ ഉള്ളൂ അല്ലേ? എങ്ങനെയാ അത് ചെയ്തതെന്ന് അടുത്തതിനകത്ത് ജസ്റ്റിഫൈ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിന് എത്ര മാർക്കാ? മൊത്തം 1.5 മാർക്ക്. അപ്പം യെസ് ഓർ നോ എന്ന് എഴുതി 1/2 മാർക്ക്. ജസ്റ്റിഫൈ ചെയ്ത 1 മാർക്ക്. 1/2 മാർക്ക് കിട്ടി. 1 മാർക്കിന്റെ ചോദ്യം കിടക്കുക. എന്തുകൊണ്ടാ മീട്ടു പറഞ്ഞത് കിട്ടില്ല എന്ന്? ഇതേതാ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്? ബൾബ് കൊടുക്കുന്നതിനകത്ത് ഈ പടത്തിൽ ഏതാ ഉള്ളത്? അതാ പറഞ്ഞു, ഓരോ ചോദ്യവും റിലേറ്റഡാ. ഇതിനകത്ത് ഒരു കപ്പാസിറ്റർ ഉണ്ടല്ലേ. കപ്പാസിറ്റർ DC-നെ കടത്തിവിടിയല്ല എന്ന് പറഞ്ഞാൽ ഉത്തരം ശരിയാണ്. കപ്പാസിറ്ററിന്റെ റിയാക്റ്റൻസിന്റെ വാല്യൂ എത്രയാണ്? XC 1/C ഒമേഗ അല്ലേ? അതിനെ 1/2πf എന്ന് എഴുതാലോ. C × 2πf എന്ന് എഴുതാലോ. DC ആന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഉണ്ടോ കുട്ടി?
താഴെ എത്ര വരും? 0. അപ്പൊ അതിന്റെ മൊത്തം ഇതെത്രയായി? കപ്പാസിറ്റൻസ് തരുന്ന റെസിസ്റ്റൻസ് അല്ലെ റിയാക്റ്റൻസിന്റെ വാല്യൂ എത്രയാണ്? ഇൻഫിനിറ്റി. അപ്പൊ അതിനെ കറണ്ടിനെ കടത്തി വിടുവോ? ഉണ്ടോ? AC ചാപ്റ്ററുമായിട്ട് ഉത്തരം അയ്യോ, അതാരാ ഒന്ന് മീട്ട അതിനെ പറ്റിയ ആരാ? പോലീസുകാർ കയറിയതിനകത്ത്. XC എത്രയായി? ഇൻഫിനിറ്റി ആയി. There is no current flow. നല്ല ചോദ്യമല്ലേ? അപ്പൊ ബൾബ് തെളിയുവോ? ഇല്ല. Will not flow. എന്നെ രസാന്ന് നോക്കി അങ്ങനത്തെ ചോദ്യങ്ങൾ ചെയ്തിട്ട് ഉത്തരം ചെയ്യുമ്പം. കഥ കുറെ പഠിപ്പിച്ചല്ലേ? 1/c ഒമേഗ L ഒമേഗ എന്നൊക്കെ പറഞ്ഞു. ബൾബിന്റെ കാര്യം മാത്രം വെച്ച് നോന്ന് വേണം എഴുതാം, പക്ഷെ അതിന് താഴെ ജസ്റ്റിഫൈ ആൻസർ. അപ്പൊ കപ്പാസിറ്ററിന് അപ്പുറത്തോട്ട് എന്ത് പോകുന്നില്ല? DC പോകുന്നില്ല. ഞാൻ നിങ്ങളെ പണ്ട് പഠിപ്പിച്ചാണ്. കപ്പാസിറ്റർ ഇങ്ങനെയല്ലേ ഇരിക്കണേ? അല്ലേ? ഞാൻ എളുപ്പബുദ്ധി പറയാം, പക്ഷെ മണ്ടത്തരാണ് പറയണേ. പക്ഷെ നിങ്ങൾ മറന്നു പോകുമല്ലോ ഒരിക്കലും. പണ്ട് ഞാൻ പറഞ്ഞ പോലെ NBN PNB ഒക്കെ പറയുന്ന പോലെ. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു ഡയറക്റ്റ് കറണ്ട് വന്നാൽ ഇവിടെ ഇടിച്ചു നിൽക്കുകയല്ലേ? DC ഡയറക്റ്റ് കറണ്ട് ഇവിടെ വന്നേ. പക്ഷെ ഒരു AC ആകുമ്പോൾ എന്നാ ചെയ്യാൻ പറ്റും? അവന് ഇതിലെ കയറി ഇങ്ങനെ ഇറങ്ങി പോവാന്ന് ഓർക്കത്തില്ലേ? ശരിയല്ലേ? ഞാനിങ്ങനെയൊക്കെ പല തന്ത്രങ്ങളും പിള്ളേരെ പഠിപ്പിക്കാറുണ്ട്. അപ്പൊ കപ്പാസിറ്റർ ഏതിനെയെ കടത്തി വിടുകയുള്ളൂ? കപ്പാസിറ്റർ only allow the flow of AC. Capacitor does not allow the flow of DC. മനസ്സിലായോ? പക്ഷെ നമ്മൾ മറ്റേ പാട് എഴുതണം. 1/c ഒമേഗ 1/c × 2πf. F എത്രയാണ്? DC കറണ്ടിന് F ഉണ്ടോ? ഫ്രീക്വൻസി ഉണ്ടോ? ഇല്ലല്ലോ. DC കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വരയ്ക്കണം? ഇങ്ങനെ ഡയറക്റ്റ് ലൈൻ വരയ്ക്കും. AC ആകുമ്പോഴാണ് ഇങ്ങനെ വരയ്ക്കണം. അപ്പൊ ഫ്രീക്വൻസി ഉണ്ടോ DCക്ക്? ഇല്ല. F 0 ആയി, ഇൻഫിനിറ്റി ആയി. നല്ല ചോദ്യമല്ലേ? എന്നാൽ ചോദ്യം ഇതാണ് അടുത്തത്. ക്വസ്റ്റ്യൻ C. തീർന്നിട്ടില്ല. 4 ചോദ്യമുണ്ട്. ഒരു സേക്ക് ചോദിച്ചാണ് ദൈവം. പിന്നെ എങ്ങനെ പിള്ളേർ ജയിക്കണം? നേരെ ചോദിച്ചാൽ ജയിക്കുക. ഫൈൻഡ് ഔട്ട് the expression for instantaneous current through capacitor. Find out the expression for instantaneous current. അതായത് കപ്പാസിറ്ററിലെ കറണ്ട് ലീഡ് ചെയ്യുമല്ലേ മീട്ടു? നമ്മൾ പറഞ്ഞ പോലെ V = നമ്മുടെ പഴയ ഡെറിവേഷൻ തെളിയിക്കാനായി ചോദിച്ചിരിക്കുന്നത്. V0 sin ωt എന്ന് എഴുതുക. ഞാൻ എഴുതി തന്നിട്ടുണ്ട്. Q = CV എന്ന് എഴുതി. അപ്പൊ എന്നാ എഴുതാം? Q is equal to C × V0 sin ωt എന്ന് എഴുതാം. എന്നാൽ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dQ/dt ആണ്. I എന്ന് പറയണത് d/dt ഓഫ് C × V0 sin ωt. അപ്പം V0യും Cയും കോൺസ്റ്റന്റ് പുറത്തെടുത്തു കഴിഞ്ഞാൽ d/dt ഓഫ് sin ωt. ഡെറിവേറ്റീവ് ഓഫ് sin θ V0 × C × cos ωt × ഒമേഗ.
ഇനി കോസ് ഒമേഗ ടീനെ സൈൻ്റെ ടൈമിൽ എങ്ങനെ എഴുതാം? V0 സി ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. ഇത് ഞാൻ എഴുതി തന്ന ഓർക്കുന്നുണ്ടോ? കപ്പാസിറ്റർ മാത്രമുള്ള സർക്യൂട്ടിന്റെ കേസിൽ ഒള്ളി കപ്പാസിറ്റർ മാത്രം ഉണ്ടായിരുന്നു. കറണ്ട് എത്ര ചെയ്തു? കറണ്ട് ലീഡ് ബൈ പൈ ബൈ 2. സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിലോട്ടിട്ടേ. ഇന്ന് പഠിച്ച 3 പ്രോബ്ലം മതി ഇതിനെക്കുറിച്ചുള്ള